मेरे प्यारे बच्चों സൈലം ഓൺലൈൻ ഹിന്ദി ക്ലാസ് में सबका स्वागत करता हूं. എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ആനുവൽ എക്സാം ഇങ്ങ് അടുത്തെത്തി. ഏകദേശം 2 ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. വളരെ പ്രധാനപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യവുമായിട്ടാണ് മാഷ് ഇന്ന് എത്തിയിട്ടുള്ളത്. എല്ലാ മക്കളും ശ്രദ്ധിച്ചോ. യെസ്, ഇന്ദ്രധനുഷ് ധർത്തി പർ ഉത്തര അല്ലെ, വളരെ മനോഹരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇന്ദ്രധനുഷ് ധർത്തി പർ ഉത്തര അല്ലെ. മഴവില്ല് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോഴുള്ള മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് പറഞ്ഞിട്ടുള്ളത്. എത്തരത്തിലുള്ള കഥയാണ് പറഞ്ഞത്? ചിത്രകഥയാണ് അല്ലെ. ചിത്രങ്ങൾ തന്നിട്ട് മനോഹരമായിട്ട് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൂടെ വിവരിച്ചു തന്നൊരു കഥയാണ്. ഈ കഥ ഒക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ ഇതിലൊരു കഥാപാത്രം ഉണ്ടായിരുന്നല്ലോ. എന്താണ് ആ കഥാപാത്രത്തിന്റെ പേര്? യെസ്, വളരെ മെയിൻ ആയിട്ടുള്ള കഥാപാത്രം ആരാണ്? അല്ലെ, മഴവില്ലാണ്. മഴവില്ലിനെ നമ്മൾ സപ്തം എന്ന് വിളിച്ചു അല്ലെ. അപ്പൊ അതൊക്കെ നമ്മുടെ മൈൻഡിലുണ്ട്. ഇനി എന്താണ് നമ്മളോട് പരീക്ഷയിൽ ചോദിക്കുന്ന ആ ചോദ്യം എന്നുള്ളത് നമുക്ക് നോക്കാം. സപ്തം വാപ്പസ് ഗയ, സപ്തം ने उस दिन अपनी डायरी लिखी, സപ്തം की डायरी कल्पना करके लिखे. അതായത് സപ്തം വാപ്പസ് ഗയ, സപ്തം എന്ത് ചെയ്തു? വാപ്പസ് ഗയ എന്ന് പറഞ്ഞാൽ തിരിച്ചു പോയി. എങ്ങോട്ടാണ് സപ്തം തിരിച്ചു പോയിട്ടുണ്ടാവുക? അല്ലെ, ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സപ്തം തിരിച്ച് ആകാശത്തേക്ക് തിരിച്ചു പോയി. സപ്തം ने उस दिन अपनी डायरी, സപ്തം തന്റെ ഡയറി, അതായത് സപ്തത്തിന്റെ തന്നെ ഡയറി എന്ത് ചെയ്യാണ്? ലിഖി, എഴുതി അല്ലെ. തിരിച്ചു പോയി എത്തിയതിനു ശേഷം സപ്തം എഴുതി. നമ്മളോട് പറയാം സപ്തം കി, സപ്തത്തിന്റെ ഡയറി കൽപ്പന കർക്കേലിക, നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾ എഴുതുക എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ഒരു ഡയറി എന്തായാലും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. അത് സപ്തത്തിന്റെ ഡയറി ആയല്ലോ. യെസ്, വളരെ ഗംഭീരമായിട്ട് നമുക്ക് എഴുതാൻ കഴിയും. അപ്പൊ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് മാഷ് പറയുന്നത്. ശ്രദ്ധിച്ചു നോക്കിക്കോ. അപ്പൊ നമ്മൾ ഡയറി എഴുതുമ്പോൾ കൃത്യമായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു കള്ളിയൊക്കെ വരച്ച് സെറ്റാക്കണം. കള്ളി വരക്കുക എന്നുള്ളതാണ് എൻ്റെ മക്കൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നല്ല സെറ്റായിട്ട് എന്ത് ചെയ്യണം? ഒരു കള്ളിയൊക്കെ വരച്ച് അടിപൊളിയാക്കിയിട്ട് വേണം നമ്മളൊരു ഡയറി എഴുതാൻ. അത് ക്ലിയർ ആണല്ലോ എൻ്റെ മക്കൾക്ക്? അപ്പൊ സാറേ കള്ളിയൊക്കെ ഞങ്ങൾ വരക്കാം. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ ചെയ്യേണ്ടത് കൃത്യമായിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ഡേറ്റ് കൊടുക്കണം. ഏതാ കൊടുക്കണ്ടേ? ഡേറ്റ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡേറ്റ് കൊടുക്കുന്നു. അപ്പൊ ഡേറ്റ് ഏതാ സാറേ കൊടുക്കേണ്ടത്? അത് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇനി താരീഖ് എന്ന് എഴുതിയാലും മതി. പിന്നെ നമ്മൾ സമയം കൊടുക്കണം അല്ലെ. അപ്പൊ ഒരു സമയം കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യുക? കൊടുക്കുക. പിന്നെ അതിന്റെ കൂടെ ബജെ എന്ന് കൊടുക്കുക. അപ്പൊ ഇത്ര സമയം എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ നമുക്ക് വരുന്നത് ഡേ ആണ്. ഡേക്ക് നമ്മൾ ഇവിടെ രവിവാർ എന്ന് പറഞ്ഞു അല്ലെ. രവിവാർ അല്ലെ, സോമവാർ, മംഗൾവാർ, ഇത്തരത്തിലൊക്കെ നമുക്ക് പറയാം. ഇതെന്താണ്? ഡേ ആണ് അല്ലെ. അപ്പൊ ഡേയും നമ്മൾ എന്ത് ചെയ്തു? കൊടുത്തു. അപ്പൊ ഡേറ്റ് കൊടുത്തു, ടൈം കൊടുത്തു, സമയം കൊടുത്തു. ഇത് അടിസ്ഥാനമായിട്ട് എല്ലാവരും ഏത് ഡയറി ചോദിച്ചാലും അതിന്റെ കോമൺ ആയിട്ട് എൻ്റെ മക്കൾ ഇത് എഴുതണം. പിന്നെ ഏത് ഡയറി എഴുതുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത്തരത്തിൽ എഴുതാം. ആജ് കാ ദിൻ മേ കൈസേ ഭൂലു, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കാനാണ്? കൈസേ എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്നാണ്. അപ്പൊ നമുക്ക് എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും നമ്മൾ ആ ദിവസം മറക്കൂല. അപ്പൊ ഇത് കോമൺ ആയിട്ട് എഴുതാം. കിട്ടിയോ? യെസ്, അതുവരെ സെറ്റാണ്. ഇനി എന്റെ മക്കൾ നോക്കിക്കോ. ആജ് ഖുഷി കാ ദിൻ ദാ, ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ്. സപ്തം എന്താണ്? ഭൂമിയിൽ ഇറങ്ങിപ്പോയിട്ട് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷമാണ്. ഇനി സപ്തമല്ലാതെ മറ്റൊരു ഡയറി ചോദിക്കുമ്പോൾ ദുഃഖമാണെങ്കിൽ നമ്മൾ എന്താക്കും? ആജ് ദുഃഖ് കാ ദിൻ ദാ എന്നാക്കിയാൽ മതി. ഇവിടെ ഖുഷി എന്നുള്ളിടത്ത് നമ്മൾ എന്താക്കിയാൽ മതി? ദുഃഖമാണെങ്കിൽ ദുഃഖ് എന്നാക്കിയാൽ മതി. വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ടതായിട്ടില്ല. കണ്ടോ? അപ്പൊ ഇത് കോമൺ ആണ്. പിന്നെ എന്തുമായി ബന്ധപ്പെട്ടതാണ് നമ്മളെ വിഷയം? അതാണ് പിന്നെ നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഇനി നമ്മൾ ഇവിടെ സപ്തത്തിന്റെ ഡയറി പറഞ്ഞതുകൊണ്ട് അത് നമുക്ക് എഴുതാം. നോക്കിക്കോ. ധർത്തി കി ഖൂബ്സൂരത്തി ദേക്കർ മേ വഹാം ഗയ, ഭൂമിയുടെ ഖൂബ്സൂരത്തി, മനോഹാരിത, ഭംഗിയുള്ള രൂപം കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു? വഹാം ഗയ. വഹാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട്. അപ്പൊ ധർത്തി എന്ന് പറഞ്ഞാൽ എർത്താണ്. എന്റെ മക്കൾ മനസ്സിലാക്കിക്കോ, ഭൂമിയാണ്. ഖൂബ്സൂരത്തി എന്ന് പറഞ്ഞാൽ മനോഹാരിത അല്ലെ, മനോഹാരിത അല്ലെങ്കിൽ ഭംഗിയുള്ള രൂപം എന്നൊക്കെ നമുക്ക് പറയാം. ദേക്കർ കണ്ടിട്ട്, എവിടുന്ന് കണ്ടിട്ട്? ആകാശത്ത് നിന്ന് സപ്തം നോക്കുമ്പോ ഹായ് വാ മനോഹരം എന്നുള്ള കോൺസെപ്റ്റ് എടുത്തിട്ട് വഹാം ഗയ, അങ്ങോട്ട് വരികയാണ്. വഹാം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എവിടെയാണ്? ഭൂമിയിലേക്ക് പോയി. ഇനി എന്റെ മക്കൾ നോക്കിക്കോ. ധർത്തി ബഹുത്ത് സുന്ദർ ഹേ, വാ അല്ലേ. ധർത്തി എന്താണ്? വളരെ സുന്ദരമാണ്. സപ്തം പറയാ ധർത്തി വളരെ സുന്ദരമാണ്. ധർത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഭൂമിയാണ്. ബഹുത്ത് എന്ന് പറഞ്ഞാൽ വളരെ, സുന്ദർ ഹേ എന്ന് പറഞ്ഞാൽ സുന്ദരമാണ്. സെറ്റല്ലേ? ഇതുവരെ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കാൻ പറ്റുന്ന വാക്കുകൾ മാത്രമേ ഉള്ളൂ. ഇനി നോക്കിക്കോ. മുജെ ബഹുത്ത് പസന്തായ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പസന്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കോ, ഇഷ്ടം, ലൈക്കാണ്, ഇഷ്ടം.
അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആ മനോഹരമായ സുന്ദരമായ ഭൂമി എനിക്ക് ഇഷ്ടമായി. ഇനി പറയാണ്, രാത് മേം ആരാം കർക്കെ ആ കർണേ കാ നിർണയ ലിയ. രാത് മേം, രാത്രിയായപ്പോ, നമ്മളൊക്കെ രാത്രി ആവുമ്പോ എന്ത് ചെയ്യടാ മക്കളെ? നമ്മളൊക്കെ രാത്രി ആവുമ്പോ, സാറേ ഞങ്ങൾ രാത്രി ആവുമ്പോ ഫോണിൽ കളിക്കും, അങ്ങനെയാണോ? അല്ല, നമ്മളൊക്കെ രാത്രിയാകുമ്പോൾ എന്ത് ചെയ്യും? ആരാം കർണേക്ക, വിശ്രമിക്കാൻ വേണ്ടി അഥവാ ഉറങ്ങാൻ വേണ്ടി, വിശ്രമിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? നിർണയില്ല, തീരുമാനിച്ചു. അല്ലെ? എന്തായാലും തീരുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളെന്നും കിടന്നുറങ്ങുന്നതാണ് എന്നുള്ളതാ. പക്ഷെ സപ്തം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോ ഇനി രാത്രിയാകുമ്പോൾ ഉറങ്ങണല്ലോ, അങ്ങനെ എന്ത് ചെയ്തു? തീരുമാനമെടുത്തു. അല്ലെ? അങ്ങനെ എന്ത് ചെയ്യാണ്? ആ ഉറങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? തീരുമാനമെടുക്കുകയാണ്, തീരുമാനിച്ചു. ഇനി നമുക്ക് നോക്കാം. പേട് ഓർ നിർച്ചർ മുജെ ജഗഹ് നഹി ദിയ. പേട് എന്ന് പറഞ്ഞാൽ മരം. അപ്പൊ നമ്മൾ ആ ചിത്രകഥ നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണം. അല്ലെ? ആദ്യം മരത്തിന്റെ അടുത്ത് പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ സമ്മതിച്ചോ? ഉണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിലുണ്ട്. പിന്നെ നിർച്ചർ, അരുവിയുടെ അടുത്തേക്ക് പോയി. അരുവി, നിർച്ചർ എന്ന് പറഞ്ഞാൽ അരുവിയാണ്. അപ്പൊ അരുവിയുടെ അടുത്തേക്ക് പോയി. അവർ രണ്ടും എന്ത് ചെയ്തില്ല? മുജെ, എനിക്ക്. ഇവിടെ എനിക്ക് എന്ന് പറഞ്ഞാൽ ആരെയാണ്? നമ്മുടെ സപ്തത്തിന്, മഴവില്ലിന് എന്ത് കൊടുത്തില്ലടാ? ആ ജഗഹ്, സ്ഥലം നൽകിയില്ല, സ്ഥലം നൽകിയില്ല. സെറ്റാണോ? ഇനി നോക്കിക്കോ. പർ ഏക് ലഡ്ക ജോംബടി മേ ജഗഹ് ദിയ. എന്നാ മരവും നിർച്ചറും സ്ഥലം കൊടുത്തില്ല. അതോടൊപ്പം ആര് സ്ഥലം കൊടുത്തു? ഏക് ലഡ്ക, ഒരാൺകുട്ടി, നിങ്ങളെപ്പോലുള്ള ഒരു കുട്ടി എന്ത് ചെയ്യാണ്? ആ നല്ല മനസ്സിനുടമയായ നിങ്ങളെപ്പോലുള്ള ഒരു കുട്ടി ആ സ്ഥലം കൊടുക്കാണ്. എവിടെ സ്ഥലം കൊടുത്തേ? ജോംബടി, അവന്റെ കുടിലിൽ എന്ത് ചെയ്യാണ്? സ്ഥലം കൊടുക്കാണ്. അല്ലെ? കുടിൽ എന്ന് പറഞ്ഞാൽ വീടാണ്. അല്ലെ? ആ വീട്ടിൽ എന്ത് ചെയ്തു? ജഗഹ് ദിയ, സ്ഥലം നൽകി. എന്തിനെ? വിശ്രമിക്കാൻ അഥവാ ഉറങ്ങാൻ. അല്ലെ? അതാണ് നിങ്ങളെപ്പോലുള്ള കുട്ടികളുടെ പ്രത്യേകത, നല്ല മനസ്സിനുടമയായിരിക്കും. ഇനി നോക്കിക്കോ. പർ ജോംബടിക്ക് അന്തേരെ മേം മേരാ രംഗ് ദിക്കായി നഹി ദിയ. എന്നാൽ ആ ജോംബടിയിലെ അന്തേരെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് കാരണം, ആ കുടിലിലെ ഇരുട്ട് കാരണം എൻ്റെ, മേരാ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന ആരാണ്? നമ്മുടെ മഴവില്ലിന്റെ, സപ്തത്തിന്റെ എന്ത് കണ്ടില്ല? രംഗ്, നിറം എന്തായില്ല? ദിഖായി നഹി, എന്തായില്ല? നിറം വെളിവായില്ല, കണ്ടില്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറയാം. അല്ലെ? അപ്പൊ ആ ചിത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മുടെ ഈ ഡയറി സപ്തം അന്ന് അവസാനിപ്പിക്കുകയാണ് ഇത്തരത്തിൽ, ധർത്തി ബഹുത്ത് സുന്ദർ ഹേ. ആദ്യം പറഞ്ഞ അതേ വാക്ക് വീണ്ടും ധർത്തി പറയാം. ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആണെങ്കിലും ഭൂമി വളരെ മനോഹരമാണ് എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പർ പക്ഷേ മേരേലിയെ, എനിക്ക്, അല്ലെ? എന്നെ സംബന്ധിച്ച്, മേരേലിയെ, എന്നെ സംബന്ധിച്ച് എന്താണ്? എന്നെ സംബന്ധിച്ച് വഹേ, അല്ലെ? അതെ, ഏത്? ഭൂമി, സഹി ജഗഹ് നഹി ഹേ, ശരിയായിട്ടുള്ള ഒരു സ്ഥലമല്ല. എന്നെപ്പോലുള്ള സപ്തമായ, എന്നെപ്പോലുള്ള മഴവില്ലിനെ സംബന്ധിച്ചിടത്തോളം ധർത്തി എന്താണ്? എനിക്ക് ശരിയായിട്ടുള്ള ഒരു സ്ഥലമല്ല. എനിക്ക് സഹി എന്ന് പറഞ്ഞാൽ ശരി എന്നാണ്. അപ്പോ ശരിയായ സ്ഥലമല്ല, ശരിയായ സ്ഥലം അല്ല എന്നുള്ളതാണ് ഇവിടെ സപ്തത്തിന്. ഒറ്റ ദിവസം ഭൂമിയിൽ പോയി ചുറ്റിക്കറങ്ങി രാത്രി സ്ഥലമൊക്കെ അന്വേഷിച്ച് ഒരു കുട്ടിയുടെ വീട്ടിൽ പോയി തന്റെ പ്രകാശമൊന്നും, തന്റെ മഴവില്ലിന്റെ 7 വർണ്ണങ്ങളൊന്നും കാണാതെ നിന്ന് ആ ഒറ്റ ദിവസം കൊണ്ട് മഴവില്ല് എന്ത് ചെയ്തു? മനസ്സിലാക്കി കഴിഞ്ഞു, ഭൂമി എനിക്ക് പറ്റിയ സ്ഥലമല്ല. ഓരോരുത്തർക്കും അനുയോജ്യമായ സ്ഥലങ്ങളുണ്ട്. അവിടെ നമ്മൾ ഇരിക്കേണ്ട സമയത്തും സ്ഥലത്തും നമ്മൾ ഇരിക്കുക. എന്നാലേ നമുക്കുള്ള പരിഗണന ഉണ്ടാവുകയുള്ളൂ. നമ്മ മറ്റുള്ളവരെ എന്ത് ചെയ്യുള്ളൂ? ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ, നമുക്കൊരു സ്ഥാനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത്. ഈ ഒരു ഗുണപാഠം കൂടി ഈ ഒരു ഡയറി എഴുതുന്നതിലൂടെയും ഈ പാഠഭാഗത്തിലൂടെയും നമുക്കുണ്ട്, നമുക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അപ്പൊ സെറ്റല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ സപ്തത്തിന്റെ ഒരു ദിവസത്തെ ഡയറി. അന്ന് തിരിച്ചു പോകുന്ന സപ്തത്തിന്റെ ഡയറി എന്ന് ചോദിച്ചാൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഈ ഡയറി സിമ്പിൾ വേർഡിലൂടെ, സിമ്പിളായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഡയറി ഉള്ളത് എന്നുള്ളത് എൻ്റെ മക്കൾക്ക് മാഷ് ഇത് പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പൊ ഒരിക്കൽ കൂടി ഒന്നും കൂടി നിങ്ങളെ റിവൈൻഡ് ചെയ്ത് തരാം. ഡേറ്റ്, ടൈം, അതേപോലെ ദിവസം, ഇത് 3ഉം ഇമ്പോർട്ടന്റ് ആയിട്ട് എൻ്റെ മക്കൾ മറക്കാൻ പാടില്ല. ആജ് കാ ദിൻ മേ കേസേ ബോലു, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കാനാണ്? ഇത് ഏത് ഡയറി നമ്മളോട് എഴുതാൻ പറഞ്ഞാൽ ഇത് എഴുതാ. പിന്നെ ആജ് ഖുഷി കാ ദിൻ ദാ, ഇനി നമ്മൾ ദുഃഖാണെങ്കിൽ ആ ഖുഷി എന്നുള്ളടത്ത് മാറ്റിയിട്ട് ദുഃഖം എന്നാക്കി കൊടുത്താൽ മതി. എന്നിട്ട് എന്താണോ നമ്മളോട് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ്, വിഷയം, എന്തുമായി ബന്ധപ്പെട്ട് എഴുതാനാണോ അത് നമ്മളിവിടെ എഴുതുന്നു. ഇവിടെ നമുക്ക് എന്താണ്, നമ്മുടെ സപ്തത്തിന്റെ ഡയറി ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ സിമ്പിൾ വേർഡിലൂടെ നമ്മൾ ഇതിൽ കണക്ട് ചെയ്തു. ഇങ്ങനെ നിങ്ങൾ എഴുതിയ സപ്തത്തിന്റെ ഡയറി പൂർത്തിയാക്കുകയാണെങ്കിൽ ഇതിന് ചോദിച്ച 4 മാർക്കിൽ 1 മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടൂല.
സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതി വെച്ചാൽ മതി. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും കൂടി പറ്റുന്ന ഒരു ഡയറി തന്നെയാണ് ഇത് എന്നുള്ളത്. അപ്പൊ എന്റെ എല്ലാ മക്കളും കമന്റിൽ ചെയ്തോ, സാറേ ഇനി ഏത് ഡയറി വന്നാലും ഞങ്ങൾ എഴുതും എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്തോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും പഠിക്കട്ടെ ഡയറി എഴുതാൻ. ഏത് ഡയറി വന്നാലും ഈ വരുന്ന പരീക്ഷയിൽ നിങ്ങൾ എല്ലാവരും സെറ്റ് ആയിട്ട് എഴുതണം. അപ്പൊ നിങ്ങളുടെ സ്വന്തം മനസ്സാറാണ്. അഗല വീഡിയോ में सार फिर मिलेगा. सबका बहुत बहुत शुक्रिया. बाय बाय.